മെത്തേഡ്സ് ടു ഇൻക്രീസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് കറന്റ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫും പ്രേരിത ഇ എം എഫിന്റെയും കറണ്ടിന്റെയും അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് നീളത്തിലുള്ള ചാലക ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. യൂസ് എ സ്ട്രോങ്ങർ മാഗ്നറ്റ് ഫോർ ദ വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി എന്താണ്? ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണ്? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ മാഗ്നറ്റ് ഓർ ദ സോളിനോഡ്. കാന്തത്തിന്റെയോ സോളിനോഡിന്റെയോ ചലനവേഗം വർദ്ധിപ്പിക്കുക. കാന്തമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സോളിനോഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുക. ദീസ് ആർ ദ മെത്തേഡ്സ് ടു ഇൻക്രീസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് കറന്റ്. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാം കേട്ടോ. ഒരു സർക്യൂട്ടിലെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് എന്താണ് കൂട്ടാൻ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഇൻക്രീസ് എന്താണ് നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിസം നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ മാഗ്നറ്റ് ഓർ സോളിനോഡ്. സോളിനോഡ് മാഗ്നറ്റോ അതിൻ്റെ മൂവ്മെന്റിന്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം.